ദൈവാശ്രയത്തോട് കടന്നു വരുവാൻ സർവശക്തനായ സർവകൃപാലുവായ ദൈവം ഒരവസരം കൂടെ ഒരുക്കിയതിനായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ ദൈവശബ്ദം കേൾക്കുന്ന വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം അനുഭവിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും അഭിഷിക്തന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അല്പനിമിഷം ധ്യാനിപ്പാൻ ഇയ്യോബിൻ്റെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. അന്ന് നീ സർവശക്തനിൽ പ്രമോദിക്കും, ദൈവത്തിങ്കിലേക്ക് നിന്റെ മുഖം ഉയർത്തും. നീ അവനോട് പ്രാർത്ഥിക്കും, അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും, നീ നിന്റെ നേർച്ചകളെ കഴിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ഇന്ന് പകൽക്കാലം വായിപ്പാനിടയായത്. ഇയ്യോബിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ, തൻ്റെ ജീവിതത്തിനകത്ത് എന്ത് ഉയർച്ചകൾ വന്നിട്ടുണ്ടെങ്കിലും എന്ത് താഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിലും അതിനെല്ലാത്തിൻ്റെയും കാരണഭൂതൻ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ, ദൈവത്തിൽ തന്നെ പ്രമോദിക്കുന്ന ഒരു മനുഷ്യൻ, വേറെ ഒന്നിലേക്കും തൻ്റെ വാക്കുകളോ ആശ്രയങ്ങളോ ഒന്നിലേക്കും വിട്ടുകൊടുക്കാതെ ദൈവത്തിൽ മാത്രം സന്തോഷിക്കുന്ന ഒരു മനുഷ്യൻ. ഇന്ന് എന്നെ കേൾക്കുന്ന അഭിഷിക്തന്മാരെ, ഒരു ദൈവ പൈതൽ എന്തിലാണ് പ്രമോദിക്കേണ്ടത്, എന്തിലാണ് സന്തോഷിക്കേണ്ടത്? അത് ദൈവത്തിൻ്റെ വചനത്തിലാണ്. നോക്കിക്കേ, 24-ാമത്തെയും 25-ാമത്തെയും വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നിന്റെ പൊന്ന് പൊടിയിലും ഓഫേർ തങ്കം തോട്ടിലെ കല്ലിൻ ഇടയിലും ഇട്ടുകളക. അപ്പോൾ സർവശക്തൻ നിന്റെ പൊന്നും നിനക്ക് വെള്ളി വളകളും ആയിരിക്കും. സ്തോത്രം. അപ്പൊ ഇയ്യോബ് തൻ്റെ ജീവിതത്തെ മുഴുവനും ദൈവത്തിങ്കിലേക്ക് ഇന്ന് പകലിൽ ഒരു സമർപ്പണത്തോടെ, രണ്ടാമത്തെ വിശുദ്ധ ഞായറാഴ്ചയാണ്. ദൈവപൈതലേ, നിന്റെ തല ഉയരുന്ന, നിന്റെ മുഖം ഉയർത്തുന്ന ഒരു പ്രഭാതമാണ്. കഴിഞ്ഞ നാളുകളിൽ നിന്റെ തല താഴ്ത്തപ്പെട്ട വ്യക്തിയായി, താഴ്ത്തപ്പെട്ട പിതാവായി മാതാവായി നിങ്ങൾ സഞ്ചരിച്ചു എങ്കിൽ, എവിടെയാണോ നിങ്ങളെ താഴ്ത്തപ്പെടുത്തുവാൻ ശത്രു ശ്രമിച്ചത്, അതേ തലങ്ങളിൽ ദൈവം നിങ്ങളെ ഉയർത്തും, അതേ ഭാഗങ്ങളിൽ ദൈവം നിങ്ങളെ മാനിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ആമേൻ. ഒരു മനുഷ്യനെ മാക്സിമം അവൻ്റെ കുടുംബത്തിനകത്ത്, അവൻ്റെ തലമുറകളെ, അവൻ്റെ ഭാര്യയെ, സ്നേഹന്മാരെ എല്ലാവരെയും തന്നിൽ നകറ്റുവാൻ ശത്രു ഭയങ്കരമായി പരിശ്രമിച്ചു. എന്നാൽ അവിടെ ഒന്നും ഇയ്യോബ് പരാജയപ്പെട്ടു പോയില്ല. കേട്ടോ, അവിടെ ഒന്നും പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെട്ടു പോകില്ലെന്നേ. അവിടെ ഒന്നും പ്രാർത്ഥിക്കുന്നവൻ അനങ്ങത്തില്ല. ആമേൻ. അവനറിയാം, എൻ്റെ ജീവിതം മുഴുവനും ഞാൻ ദൈവത്തിങ്കിലേക്ക് അർപ്പിച്ചിരിക്കുക. എൻ്റെ സ്തോത്രം, ഓജസ്സും തേജസ്സും ഒക്കെ ഞാൻ ദൈവത്തിൽ സമർപ്പിച്ചിരിക്കുക. ദൈവത്തിൽ സമർപ്പിക്കുന്ന ഒരു ദൈവ പൈതലിന് ഇന്ന് പകൽക്കാലം പുകഴുവാനുണ്ട്, പറയുവാനുണ്ട്. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ തലയിൽ നിന്ന് ഒരു തലനാര് നിലത്ത് വീഴത്തില്ല. പ്രൈസ് ദി ലോർഡ്. അത്ര ഉറപ്പുള്ള, അത്ര ധൈര്യമുള്ള ഒരു വ്യക്തിയാണ് വേദപുസ്തകത്തിൽ ഇയ്യോബ്. തൻ്റെ ജീവിതത്തിനകത്ത് ദൈവം കൊടുത്തിരിക്കുന്ന സകല അനുഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴും ഒന്നും ദൈവം അറിയാതെ സംഭവിച്ചതല്ല ഇയ്യോബിൻ്റെ ജീവിതത്തിൽ. എല്ലാം ദൈവം അറിഞ്ഞ് സംഭവിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഓരോ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ പഠിക്കുമ്പോൾ ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് ദൈവം കൊടുത്തിരിക്കുന്ന ഓരോ വാഴ്ത്തത്വങ്ങളും അത് ദൈവം തൻ്റെ ജീവിതത്തിൽ അത് ശക്തമായി കൊടുത്ത ആലോചനകളാണ്. എന്നാൽ സ്തോത്രം, യെശയ്യാവിൻ്റെ പുസ്തകം 41-ാമത്തെ അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നെ
ആമേൻ സ്തോത്രം നിരസിച്ചു കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇയ്യോബിന്റെ പുസ്തകം പ്രവാചകന്റെ പുസ്തകമായ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 49 അധ്യായത്തിന്റെ 16 വാക്യത്തിലേക്കും നമ്മൾ വരപ്പെടുമ്പോൾ അവിടെ പ്രവാചകൻ പറയുന്ന ഒരു ദൂത്, ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ ആമേൻ വഹിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉള്ളം കയ്യിൽ നിന്നെ വഹിച്ചിരിക്കുമ്പോൾ എന്തിനാ ഇയ്യോബ് നീ ഭാരപ്പെടുന്നത്? ഇയ്യോബിന് പറയാനുണ്ട്, ഞാൻ ഒരിക്കലും ഭാരപ്പെടത്തില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും ഞാൻ വിഷമിക്കത്തില്ല, കാരണം എൻ്റെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. സ്തോത്രം. അപ്പോൾ ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് വന്ന പ്രതിസന്ധികളും നഷ്ടങ്ങളും ഒന്നും ആമേൻ ദൈവം അറിയാതെ വന്നതല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഇയ്യോബ്. പ്രൈസ് ദി ലോർഡ്. അതാ പറഞ്ഞത് 26 വാക്യം, അന്ന് നീ സർവശക്തനിൽ പ്രമോദിക്കും, ദൈവത്തിങ്കിലേക്ക് നിന്റെ മുഖം ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നല്ല ഒരു ആത്മീകന്റെ ആമേൻ ആ ഒരു ശൈലിയാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു ആമേൻ ആ വ്യക്തിത്വമാണ്. ആത്മീകൻ എന്ന് തെളിയിക്കുന്ന ഒരു വിഷയമാണ്. പ്രതിസന്ധി വന്നാലും അവൻ പിടിച്ചു നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എത്ര പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കാൻ ശത്രു ശ്രമിച്ചാലും അവിടെയെല്ലാം അവൻ നിലനിൽക്കും. കാരണം ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല എന്ന് ഇയ്യോബിന് നല്ല മനസ്സിലാക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കാരണം തൻ്റെ കൂടെ താൻ ഹാർട്ട് അറ്റാക്ക് കൊണ്ട് നടന്ന തൻ്റെ സ്നേഹിതന്മാർ എല്ലാവരും തന്നെ ഒറ്റപ്പെടുത്തി. ആമേൻ. തനിക്കൊരു രോഗം വന്നപ്പോൾ, തനിക്കൊരു പ്രയാസം വന്നപ്പോൾ ആമേൻ ഈ സ്നേഹിതരെല്ലാം തന്നെ ഒറ്റപ്പെടുത്തി. അപ്പോഴും ദൈവം തന്നോട് കൂടെ ഉണ്ടായിരുന്നിട്ട് പറയുക, നിന്റെ മുഖം ഉയർത്താൻ പോകുന്നു. ആമേൻ. നിന്റെ മുഖം ഇന്ന് പകൽക്കാലം ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. എവിടെ? ദൈവത്തിങ്കലേക്ക്. ഹല്ലേലൂയ. ദൈവം നിനക്ക് തന്നിരിക്കുന്ന ദൈവകുഞ്ഞെ, നിന്നെ കരയിപ്പിച്ചവരുടെ മുൻപിൽ, നിന്നെ ഒറ്റപ്പെടുത്തിയവരുടെ മുൻപിൽ, നിന്നെ മാറ്റി നിർത്തിയവരുടെ മുൻപിൽ, നിന്റെ തകർച്ച കണ്ട് ആഘോഷിച്ചവരുടെ മുൻപിൽ, നിന്റെ തലമുറയുടെ ആമേൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ് അഹപ്പതനം കണ്ട് ആഘോഷിക്കുന്നവരുടെ മുൻപിൽ, നിന്റെ ആത്മീക മണ്ഡലത്തെ തകർത്ത് കളയാൻ ആഘോഷിക്കുന്നവരുടെ മുൻപിൽ, ആമേൻ നിന്റെ ജീവിതത്തെ ദൈവം പണിയാൻ പോകുക. എൻ്റെ കർത്താവ് ഒന്ന് പണിതാലേ ആർക്കും അതിനെ മാറ്റിക്കളയാൻ കഴിയത്തില്ല. കേട്ടോ, ദൈവം നിന്നെ ഇന്ന് പകൽക്കാലം പണിയാൻ പോകുക. കാരണം നീ ശക്തിയോടെ ശുശ്രൂഷയിലേക്ക് നീ തിരിച്ചു വരുന്ന ഒരു കാലഘട്ടം കർത്താവ് കണ്ടിട്ടുണ്ട് നിന്നെ. പ്രൈസ് ദി ലോർഡ്. നോക്കിക്കേ, അടുത്ത് പറയുന്ന വാക്ക് ഇതാണ്, നീ അവനോട് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും, നീ നിന്റെ നേർച്ചകളെ കഴിക്കും. നീ ഒരു കാര്യം നിരൂപിക്കും, അത് നിനക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. നിന്റെ വഴികളിൽ വെളിച്ചം പ്രകാശിക്കും, നീ ഒന്നെന്ത് ചെയ്യും? നിരൂപിക്കും. ആമേ. ദൈവദാസനെ, ദൈവമക്കളെ, നിങ്ങൾ പറയുന്ന കാര്യത്തിലൊക്കെ മറുപടി തരുന്നൊരു ദൈവമുണ്ട്. കേട്ടോ, ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് ഈ പരിശുദ്ധമായ ദിവസത്തിൽ നിന്റെ ജീവിതത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇറങ്ങി വരികയാണ്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാമോ? പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാത വേളയ്ക്കായി സ്തോത്രം. ഈ വിശുദ്ധമായ ദിവസം, ഈ പരിശുദ്ധമായ ദിവസം കർത്താവേ, ഈ ആണ്ടിൻ്റെ പ്രാരംഭ മാസം 2ാമത്തെ ഞായറാഴ്ച ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ സർവശക്തൻ ചെയ്ത വലിയ ഭാഗ്യത്തിനായി സ്തോത്രം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്ന് വേദവസ്തു ഞങ്ങളെ പഠിപ്പിക്കുന്നില്ല. കർത്താവേ, ഒരു വലിയ ആത്മസാന്നിധ്യം ഇന്ന് പകൽക്കാലം വെളിപ്പെടുത്തുമാറാകണം. അങ്ങയുടെ കൃപയിൽ പൊതിയണം. ജനത്തെ ദൈവം അനുഗ്രഹിക്കണം. സകല വിശുദ്ധ ആരാധനകളെ ദൈവം മാനിക്കണമേ. ക്രൂശിന്റെ മറവിൽ എല്ലാ ആരാധനയും ദൈവം മറച്ചിരിക്കാൻ സ്തോത്രം. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.